ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 9ാമത്തെ പാഠഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാമത്തെ പാഠഭാഗമായ ആഡിങ് എഗെയിൻ ആൻഡ് എഗെയിൻ എന്നുള്ള പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ ആഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടുകയാണ് അല്ലേ. എഗെയിൻ വീണ്ടും, ആൻഡ് വീണ്ടും. അപ്പോൾ എന്താണ്? കൂട്ടുക, പിന്നെയും കൂട്ടുക, പിന്നെയും കൂട്ടുക. അപ്പോൾ ഇത് കൂട്ടലുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് അല്ലേ. നമുക്ക് നോക്കാം കൂട്ടലാണോ എന്താണോ ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇതെന്താണ്? ചെസ് ബോർഡാണല്ലേ. ഇതിൽ എത്ര കള്ളികളാണുള്ളത്? ഒന്ന് എണ്ണി നോക്കൂ. 1 2 എണ്ണി നോക്കൂ, ജസ്റ്റ് എണ്ണി നോക്കൂട്ടോ. 1 2 3 4 5 6 7 8. ഇങ്ങോട്ട് 1 2 3 4 5 6 7 8. അപ്പോൾ ഇങ്ങനെയും 8 ആണല്ലോ. ഇവിടെയും 8, ഇവിടെയും 8. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി താഴേക്ക് നോക്കൂ, മാച്ച് ദ ബോക്സസ്. ഇവിടെ ഉള്ളതിന് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് വണ് 3 × 2 എന്ന് പറയുന്നത് എത്രയാണ് ആൻസർ? 3 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് കൂട്ടുകാരെ? 6 ആണ് അല്ലേ. 6 ആണ് അവിടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 6ലേക്ക് മാച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ 16 കിട്ടണം. 16 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 8 × 2 ചെയ്യണം. അപ്പോൾ ഇവിടെ 8 × 2 എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ്. അപ്പോൾ 8 × 2 16ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് 5 × 2 ആണ്. 5 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് അല്ലേ. 5 × 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 10ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് 8 ഉത്തരം കിട്ടണം. 8 ഉത്തരം കിട്ടണമെങ്കിൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? 8 ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ 4 × 2 ചെയ്യണം. ഇവിടെ 4 × 2 ഉണ്ട്, അപ്പോൾ അത് 8ലേക്ക് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് വൺ 14 ഉത്തരം കിട്ടണം. 14 ഉത്തരം കിട്ടണമെങ്കിൽ എത്ര ചെയ്യണം നമ്മൾ? 14 ഉത്തരം കിട്ടണമെങ്കിൽ 7 × 2 ചെയ്യണം അല്ലേ. അപ്പോൾ 7 × 2 ഇതിൽ കാണുന്നുണ്ടോ? 7 × 2 ഉണ്ടല്ലേ. എവിടെയാണ് 7 × 2? അപ്പോൾ 14. ഇനി അടുത്തത് 18 ഉത്തരം കിട്ടണം. 18 ഉത്തരം കിട്ടണമെങ്കിൽ 9 × 2 ചെയ്യണം. അപ്പോൾ 9 × 2 എന്ന് പറയുന്നത് ഇവിടെയുണ്ട്, താഴെയുണ്ട്. അത് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ്. 9ലേക്ക് മാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് 24 ഉണ്ട്. 24 ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ 6 × 4 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 6 × 4 എവിടെയാണ്? ഇവിടെയാണ്. ഇതിങ്ങനെ മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൂട്ടുകാരെ മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻസറും ക്രിയയും നോക്കുക. രണ്ടും കൂടെ ഏതാണോ രണ്ടും മാച്ച് ആയിട്ടുള്ളത് അതിലേക്ക് ഇങ്ങനെ ലൈന് വരച്ചു കൊടുക്കുക. ഇനി അടുത്ത വർക്ക് നോക്കാം. ഹൂ ഈസ് ഹൈഡിങ് എന്നുള്ളതാണ് ഇവിടെ അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ do this multiplication, color the parts which have the answer, find out who is hiding. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതൊന്ന് ക്രിയ ചെയ്ത് നോക്കണം. ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? 8 × 4 എന്ന് പറയുന്നത് ആൻസർ എത്രയാണ് കൂട്ടുകാരെ? എല്ലാവർക്കും 4ൻ്റെ ടേബിൾ അറിയാമായിരിക്കും അല്ലേ. 8 × 4 എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ ഇവിടെ 32 എന്ന് പറയുന്ന ഈ കള്ളിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കളർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് 5 × 1 എന്ന് പറയുന്നത് 5 തന്നെയാണ്. അപ്പോൾ ഇവിടെ 5 നോക്കൂ, എവിടെയെങ്കിലും 5 ഉണ്ടോ നോക്കൂ. 5 ഉണ്ടെങ്കിൽ ആ 5ന് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാർ ഉത്തരം തിരഞ്ഞു നോക്കുക. 5 ഇവിടെ ഉണ്ട്, ഇത് മാച്ച് ചെയ്ത് കൊടുക്കുക, കളർ ചെയ്ത് കൊടുക്കുക. അടുത്തത് 6 × 3 ആണ്. 6 × 3 എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ ഇവിടെ 18 ഉണ്ട്, ഇതാണ്. അപ്പോൾ ഇതിനും കളർ ചെയ്ത് കൊടുക്കുക. ഇനി 1 × 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇതും കളർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് 6 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. ഇവിടെ 24 ഉണ്ടോ കൂട്ടുകാരെ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. 24 എവിടെയാണുള്ളത്? 24 ഇതാണ്. 24 കളർ ചെയ്ത് കൊടുക്കുക. ഇനി 4 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 8 ആണ്. 8 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എവിടെയെങ്കിലും 8 ഉണ്ടോ? 8 ഇതാണ്. 8 കളർ ചെയ്ത് കൊടുക്കുക. ഇനി 7 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 70 ആണ്. 70 ഇവിടെ 70 എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇത് 70 ആണ്. ഇത് കളർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് 6 × 6 ആണ്. 6 × 6 36 ആണ്. 36 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? 36 ഇതാ ഇവിടെ കുഞ്ഞതായിട്ടുണ്ട്. ഇത് കളർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് 9 × 5 ആണ്. 9 × 5 എന്ന് പറഞ്ഞാൽ 45 ആണ്. 45 ആണ്. എവിടെ 45 ഉള്ളത്? 45 എന്ന് പറയുന്നത് ഇതാണ്. ഇതും ഇങ്ങനെ ഈ ഒരു കള്ളി ഫുള്ളായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് വൺ 9 × 6 ആണ്. 54 ആണ് വരിക. 54 ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇതാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതെന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ? എന്താണ്? മൊത്തം കളർ ചെയ്ത് വരുമ്പോൾ ഇതെന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഇതെന്താണ്? ഫിഷാണ്. ഓക്കെ,
അപ്പോൾ താഴെ നമ്മളിവിടെ ചോദിച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ഹൂ ഈസ് ഹൈഡിങ്. ആരാണ്? ദിസ് ഈസ് ഫിഷ്. അപ്പോൾ അവിടെ ഫിഷ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി നേരെ താഴേക്ക് പോവാം. ക്യാൻ യു ഫൈൻഡ് ഔട്ട്, എന്താണ് നിങ്ങളടുത്തൊന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹൗ മെനി ട്രീസ് ഹൗ മെനി ബേർഡ്സ്, എന്താണ് എത്ര ട്രീസ് ആണുള്ളത് എത്ര ബേർഡ്സ് ആണുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് കൂട്ടുകാരെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഇഫ് വൺ ബേർഡ് സിറ്റ് വൺ ഈച്ച് ട്രീ, എന്താണ് ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരിക്കുകയാണെങ്കിൽ വൺ ബേർഡ് വിൽ ബി ലെഫ്റ്റ്, ഒരെണ്ണം ബാക്കിയാകും. ഇഫ് ടു ബേർഡ് സിറ്റ് ഓൺ ഈച്ച് ട്രീ, രണ്ട് ബേർഡ് വെച്ചിട്ട് മരത്തിൽ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? വൺ ട്രീ വിൽ ബി ലെഫ്റ്റ്, ഒരു മരം ബാക്കിയാവും, കിളികൾ കറക്റ്റ് ആയിരിക്കും. ഹൗ മെനി ട്രീസ് ഹൗ മെനി ബേർഡ്സ്, എത്ര ട്രീസ് ഉണ്ടായിരിക്കും എത്ര ബേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊരു ട്രീ, ഒരു 2-3 ട്രീ വരച്ച് നോക്കാം അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഒരു ട്രീ ആണ് വരക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കിളി ഇരുന്നു അല്ലേ. ഒരു കിളി ഇരുന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഒരു കിളി ബാക്കിയാവണം. അപ്പോൾ ഇവിടെ ഒരു കിളി ബാക്കിയായി എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 2 ഉണ്ടായല്ലേ. അപ്പോൾ ഈ 2 കിളിയും കൂടെ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മരം ബാക്കിയില്ല. അപ്പോൾ ഒന്നല്ല ഉള്ളത്. അപ്പോൾ നമുക്ക് 2 എണ്ണം വരച്ചു നോക്കാം. 2 എണ്ണം വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇവിടെ ഇരുന്നു. അപ്പോൾ എന്താണ്? ഇവിടെ ഒരെണ്ണം ഒരു കിളി ബാക്കിയാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരെണ്ണം കൂടെ വരച്ച് നോക്കുക, 3 എണ്ണം വരക്കുക. എന്നിട്ട് ഒരു കിളി ഇവിടെ ഇരുന്നു, ഒരു കിളി ഇവിടെ ഇരുന്നു. അപ്പോൾ എന്താണ്? ഒരു കിളി ബാക്കിയുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഒരു മരത്തിൽ ഒരു കിളി വീതം ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കിളി ബാക്കിയാണ്. അപ്പോൾ ഇവിടെയും ഒരെണ്ണം ഇരുന്നു. അങ്ങനെ 3 മരത്തിലും 3 കിളികൾ ഇരുന്നു. ഒരു കിളിയെ നമ്മളിവിടെ ബാലൻസ് ആയിട്ടും കൊടുത്തു. ഇനി നമ്മൾ നോക്കേണ്ടത് 2 കിളികൾ വീതം ഇരിക്കുകയാണ്. അപ്പോൾ ഈ കിളി എന്ത് ചെയ്യും? ഈ കിളി ഇവിടെ പോയിട്ട് ഇരിക്കുന്നു, ഇവിടെ പോയിട്ട് ഇരുന്നു. ഈ കിളി ഇവിടെ വന്ന് ഇരുന്നു. അപ്പോൾ ഈ മരത്തിൽ 2 കിളിയായി, ഇവിടെയും 2 കിളിയായി, ഇവിടെ എന്താണ്? 0 അപ്പോൾ എത്രയാണ്? 3 ട്രീസും 3 ഉണ്ടാവും. അതുപോലെ തന്നെ ബേർഡ്സ് 4 അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇനി അടുത്തത് ഹൗ മെനി ആർ വി, ഞങ്ങൾ എത്ര? വി ക്യാൻ സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 2, ഞങ്ങൾ എന്താണ് 2ൻ്റെ ഗ്രൂപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ 2 വീതമുള്ള ഗ്രൂപ്പ് ഞങ്ങൾ ആക്കാൻ വേണ്ടി പറ്റും. ആൻഡ് വി ക്യാൻ സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് 3 ഓൾസോ, അതുപോലെ 3 എണ്ണമായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി പറ്റും. വി ആർ ലെസ് ദാൻ 6, ഹൗ മെനി ആർ വി, പക്ഷേ ഞങ്ങൾ 10-ൽ താഴെയാണ്, ഞങ്ങൾ എത്ര എണ്ണം ഉണ്ടായിരിക്കും? അപ്പോൾ നമ്മൾക്ക് ആദ്യം 2ൻ്റെ കൂട്ടങ്ങളാണ് അല്ലേ. ഒരു കൂട്ടം 2 കൂട്ടം ആക്കി. ഈ 2 കൂട്ടം ആക്കുമ്പോൾ ഇത് 3 എണ്ണം ആക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. 3 എണ്ണം ആക്കുമ്പോൾ എന്താണ്? ഒരെണ്ണം ബാലൻസ് ആയിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും 2ൻ്റെ കൂട്ടങ്ങൾ ഒന്നും കൂടെ എടുത്തു. അപ്പോൾ ഈ 2ഉം കൂടെ നമുക്ക് ഇവിടം കൂടെ എഴുതാം. അപ്പോൾ ഇതെന്താണ്? 3ൻ്റെ ഒരു കൂട്ടം, 3ൻ്റെ ഒരു കൂട്ടം, 2 കൂട്ടം, 2ൻ്റെ ഒരു കൂട്ടം, 2 കൂട്ടം, 3 കൂട്ടം അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. ഇതെന്താണ്? ഇത് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 ആണുള്ളത്. ഇത് 10-ൽ താഴെയാണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് താഴേക്ക് പോവാം. ഷെയറിങ് സ്വീറ്റ്നെസ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് മീനൂസ് ബർത്ത്ഡേ. ഷീ ബ്രോട്ട് പായസം ഫോർ ഗ്രേഡ് 3 in 4 trays വിത്ത് 4 cups in each tray. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മീനുവിൻ്റെ പിറന്നാളാണ്. അപ്പോൾ 4 ട്രേയിൽ പായസം കൊണ്ടുവന്നു. ഒരു ട്രേയിൽ 7 കപ്പ് പായസമാണുള്ളത്. ഹൗ മെനി കിഡ്സ് ക്യാൻ ബി സെർവ്ഡ്, എത്ര കുട്ടികൾക്ക് ഇവിടെ പായസം കൊടുക്കാൻ വേണ്ടി പറ്റും? അപ്പോൾ നമ്മൾ എന്താണ്? 4 ട്രേ ആണുള്ളത് അല്ലേ. 4 ട്രേ ആണുള്ളത്. ഒരു ട്രേയിൽ 7 കപ്പ് ഉണ്ട്. അപ്പോൾ 1ാമത്തെ ട്രേ ആയി, 2ാമത്തെ ട്രേ ആയി, 3ാമത്തെ ട്രേ ആയി, 4ാമത്തെ ട്രേ ആയി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് ഈസി ആയിട്ട് നമുക്ക് നോക്കാം. 4 ട്രേ, ഓരോ ട്രേയിലും 7 എണ്ണം. അപ്പോൾ 4 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 28 ആണ്. അപ്പോൾ അവിടെ 28 കുട്ടികൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വെൻ ഷീ ബ്രോട്ട് 2 more trays, 2 cups were left over. എന്താണ്? 2 ട്രേയിലും കൂടി പായസം വീണ്ടും കൊണ്ടുവന്നു. 2 കപ്പ് പായസം ബാക്കി വന്നു. ദെൻ ഹൗ മെനി കിഡ്സ് ഇൻ ക്ലാസ് 3 were given പായസം, എത്ര കുട്ടികൾക്കായിരിക്കും അവിടെ പായസം കൊടുത്തിട്ടുണ്ടായിരിക്കുക? അപ്പോൾ ആദ്യം കൊണ്ടുവന്നത് എത്രയായിരുന്നു? 4 എണ്ണമാണല്ലേ. 1 2 3 4 എണ്ണം കൊണ്ടുവന്നു. പിന്നെ 2 എണ്ണം കൂടെ കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ ഇത് എത്രയാണിപ്പോൾ? 1 2 3 4 5 6 എണ്ണമാണുള്ളത്. അഥവാ 6 × 7 എണ്ണമാണ് അവിടെ ഇപ്പോൾ നിലവിലുള്ള പായസം എന്ന് പറയുന്നത്. 42 എണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? 2 കപ്പ് ബാക്കിയായി എന്ന് പറയുന്നുണ്ട്. അഥവാ ഈ 42-ൽ നിന്നും 2 കപ്പ് ബാക്കിയായി. അപ്പോൾ 40 ഗ്ലാസ് പായസം കുടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ എത്ര കുട്ടികൾക്ക് പായസം കൊടുത്തു? 40 കുട്ടികൾക്കാണ് അവിടെ പായസം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ളത് അടുത്തതൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം എന്താണെന്ന്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ എന്താണുള്ളത്?
ഓക്കെ 3 ഇൻറ്റു 7 ഈക്വൽ ടു 21 ആണ്. 4 ഇൻറ്റു 7 ഈക്വൽ ടു 28 ആണ്. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 5 ഇൻറ്റു 7 ആയിരിക്കും അല്ലേ? 5 ഇൻറ്റു 7 ഈക്വൽ ടു എത്രയാണ് കൂട്ടുകാരെ? 5 ഇൻറ്റു 7 എന്ന് പറയുന്നത് കൂട്ടുകാർക്ക് അറിയുമോ? 5 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? 5 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാണെന്ന്? 35 ആണല്ലേ? 35 ആണ്. അതുപോലെ 6 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാണ്? 42 ആണ്. ഇനി അടുത്തത് എത്രയാണുള്ളത്? അടുത്തത് 7 ഇൻറ്റു 7 ആണല്ലേ? 7 ഇൻറ്റു 7 ഈക്വൽ ടു 49 ആണ്. അതുപോലെ 8 ഇൻറ്റു 7 ഈക്വൽ ടു 56 ആണ്. 9 ഇൻറ്റു 7 ഈക്വൽ ടു 63 ആണ്. 10 ഇൻറ്റു 7 ഈക്വൽ ടു 70 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ ഹൗ മെനി ട്രേസ് ഓഫ് പായസം വേർ ബ്രോട്ട്? എത്ര ട്രേയിലാണ് പായസം കൊണ്ടുവന്നത്? എത്ര ട്രേയിലായിരുന്നു? ടോട്ടൽ 6 ആണല്ലേ? 6 ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം 4 കൊണ്ടുവന്നു, പിന്നെ 2 കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ആകെ 6 ട്രേ ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഒരു ട്രേയിൽ എത്ര കപ്പ് പായസമാണ് ഉള്ളത്? എത്രയാണ്? 7 കപ്സ് ആണ് ഉണ്ടായിരുന്നത്. ദെൻ ഹൗ മെനി കപ്സ് ഓഫ് പായസം വേർ ദർ ഇൻ ഓൾ? ആകെ എത്ര കപ്പ് പായസമായിരുന്നു ഉണ്ടായിരുന്നത്? 42 ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻ ഗ്രേഡ് 3? ഗ്രേഡ് 3യിൽ എത്രയാണ്? ക്ലാസ് 3യിൽ 40 ആണ് ഉണ്ടായിരുന്നത് അല്ലേ? 2 ബാലൻസ് ആവുകയാണ് ചെയ്തത്. ഇനി അടുത്തത് ടു ക്ലാസ് 2 എന്താണ്? 10 trays were needed to give പായസം to children of class 2. അഥവാ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് 10 ട്രേയിൽ പായസം വേണ്ടി വന്നു. ദെൻ ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ക്ലാസ് 2? ഹൗ ഐ കാൽക്കുലേറ്റഡ്? അപ്പോൾ എത്രയായിരിക്കും? അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഇതിൽ എത്രയാണ്? 7 ആണുള്ളത് അല്ലേ? ഒരെണ്ണത്തിൽ 7 പായസമാണുള്ളത്. ഒരു ട്രേയിൽ 7 എണ്ണം. അപ്പോൾ 2ാമത്തെ ട്രേ, 3ാമത്തെ ട്രേ, 4ാമത്തെ ട്രേ, 5ാമത്തെ ട്രേ, 6ാമത്തെ ട്രേ, 7, 8ാമത്തേത്, 9ാമത്തേത്, 10ാമത്തേത്. അപ്പോൾ ഇതെല്ലാം കൂടി എത്ര ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ എത്രയാണ് ഉത്തരം എന്ന് പറയുന്നത്? 70 ആണ്. ഇതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത് 10 എണ്ണമാണുള്ളത്. അപ്പോൾ 10 ഒരു ട്രേയിൽ 7 എണ്ണം, 10 ഇൻറ്റു 7 70. അപ്പോൾ ഇങ്ങനെയും നമുക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ദെൻ 7 trays which 4 cups of പായസം on each. How many cups are there in all? അപ്പോൾ അടുത്തതായിട്ട് നമ്മളെടുത്ത് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളത് 4 ടൈംസിൽ 7 കപ്പിൽ പായസം കൊണ്ടുവന്നു. ഓക്കെ, 1ാമത്തെ ടൈം, 2ാമത്തെ ടൈം, 3ാമത്തെ ടൈം, 4ാമത്തെ ടൈം. ഓരോ പ്രാവശ്യം ഒരു ട്രേയിൽ എത്രയാണ്? 7 എണ്ണമാണുള്ളത്. ഇനി അങ്ങനെയല്ലാതെ 7 പ്രാവശ്യം കൊണ്ടുവന്നു. 1, 2, 3, 4, 5, 6, 7 പ്രാവശ്യം കൊണ്ടുവന്നു. ഓരോ പ്രാവശ്യവും കൊണ്ടുവരുന്നത് എത്രയാണ്? 4 ആണ്, 4 ആണ്. അഥവാ 7 ഇൻറ്റു 4 എന്ന് പറയുന്നതും അതുപോലെ തന്നെ 4 ഇൻറ്റു 7 എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് തണൽ കുടുംബശ്രീയുടേതാണ്. തണൽ കുടുംബശ്രീ യൂണിറ്റ്സ് മേക്ക് അംബ്രലാസ്. മീനൂസ് മദർ ഈസ് എ മെമ്പർ ഓഫ് ദിസ് യൂണിറ്റ്. ഇതാണ്. അപ്പോൾ തണൽ കുടുംബശ്രീ കുട നിർമ്മിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, അംബ്രല നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീനുവിൻ്റെ അമ്മ ഇതിൽ ഒരു മെമ്പറാണ്. ഷീ ഗോട്ട് എൻ ഓർഡർ ഫോർ 11 അംബ്രലാസ്. 11 അംബ്രലാസിനുള്ള ഓർഡർ കിട്ടി. ഈച്ച് അംബ്രല മസ്റ്റ് ഹാവ് 8 റിബ്സ്. അപ്പോൾ ഒരു അംബ്രല ഉണ്ടാക്കണമെങ്കിൽ 8 റിബ്സ് ആണ് ആവശ്യമായിട്ടുള്ളത്. ഷി ഹാസ് ഇനഫ് റിബ്സ് ടു മേക്ക് എ 3 അംബ്രലാസ്. അവരുടെ വീട്ടിൽ ഓൾറെഡി 3 എണ്ണം ഉണ്ടാക്കാനുള്ളത് അവരുടെ വീട്ടിലുണ്ട്. ഹൗ മെനി റിബ്സ് ഡസ് ഷീ ഹാവ് അറ്റ് ഹോം? അപ്പോൾ എത്ര റിബ്സ് ആണ് അവരുടെ വീട്ടിലുള്ളത്? അപ്പോൾ നമുക്കറിയാം, ഒരു റിബ്സ് ഉണ്ടാക്കണമെങ്കിൽ എത്രയാണ്? 8 എന്നിവിടെ തന്നിട്ടുണ്ട് അല്ലേ? 8 വേണം. 3 എണ്ണം ഉണ്ടാക്കാനുള്ളത് അവരുടെ വീട്ടിലുണ്ട്. അപ്പോൾ 1ാമത്തെ ഉണ്ടാക്കാനുള്ള 8 ഉണ്ട്, 2ാമത്തെ അംബ്രല ഉണ്ടാക്കാനുള്ളതുണ്ട്, 3ാമത്തെ ഉണ്ടാക്കാനുള്ളതുണ്ട്. അഥവാ 3 എണ്ണം ഉണ്ടാക്കാനുള്ളതുണ്ട്. ഒരെണ്ണത്തിൽ 8 എണ്ണമാണ്. 3 ഇൻറ്റു 8 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ എത്ര റിബ്സ് ഉണ്ട്? 24 റിബ്സ് അവരുടെ വീട്ടിലുണ്ട്. മീനു വെൻറ്റ് വിത്ത് ഹെർ മദർ ടു ബൈ റിബ്സ് ഫോർ ദ റിമൈനിങ് 8 അംബ്രലാസ്. ഹൗ മെനി റിബ്സ് ആർ ദർ ഇൻ നീഡഡ്? അപ്പോൾ അടുത്ത എത്ര എണ്ണം ഉണ്ടാക്കണം? 8 എണ്ണം ഉണ്ടാക്കണം അല്ലേ? അത് വാങ്ങിക്കാനുള്ള റിബ്സ് വാങ്ങിക്കാൻ വേണ്ടി അവർ പോയി. ഇനി എത്ര ആവശ്യം ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം ഇത്? നമുക്കറിയാം, 8 എണ്ണമാണ് വാങ്ങിക്കേണ്ടത്. 8 ഒരെണ്ണത്തിൽ 8 റിബ്സ് ആണുള്ളത്. അഥവാ 8 ഇൻറ്റു 8 ആണ്, 64 ആണ്. ഇനി ഇത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 8 + 8 + 8 എന്ന് 4 ടൈം എഴുതിയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 64 എന്ന് ഉത്തരം കിട്ടും.
ഓക്കെ. ഇനി ഹൗ മെനി റിബ്സ് ആർ നീഡഡ് ഫോർ 11 അംബ്രല്ലാസ്. അപ്പോൾ ആകെ 11 അംബ്രല്ലാസ് ഉണ്ടാക്കണമെങ്കിൽ എത്ര റിബ്സ് ആവശ്യമായിട്ടുണ്ട്? നമ്മൾ പറഞ്ഞു മീനുവിൻ്റെ വീട്ടിൽ 3 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 24 അവിടെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ബാക്കി റിമൈനിങ് 64 ആണ് വരുന്നത് എന്നും പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? കൂട്ടി നോക്കിയാൽ മതി. അഥവാ 24 + 64 എന്നത് കൂട്ടി നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. എത്രയായിരിക്കും കൂട്ടുകാരെ ആൻസർ എന്ന് പറയുന്നത്? കൂട്ടുകാരൊന്ന് കൂട്ടി നോക്കൂ, എത്രയായിരിക്കും? 64 + 24 എന്ന് പറയുന്നത് യെസ് 88 ആണല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 88 ആണ്. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാവും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, എന്ത് 24 + 64 = 88 എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 11 അംബ്രല്ലാസാണ് ഉണ്ടാക്കണമെങ്കിൽ 11 എണ്ണം, ഒരെണ്ണത്തിൽ 8 റിബ്സ് ആണുള്ളത്. അഥവാ 11 × 8 എന്ന് പറയുന്നതും 88 ആണ്. ഇങ്ങനെയും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി താഴേക്ക് നോക്കൂ. കാൽക്കുലേറ്റ് ദ ആൻസർ ആൻഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലാണ് ആൻസർ എഴുതേണ്ടത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പ്രൈസ് ഓഫ് 1 പാക്കറ്റ് ഓഫ് ക്രയോൺസ് ഈസ് 8 rupees. ഹൗ മച്ച് ഈസ് നീഡഡ് ടു ബൈ 6 പാക്കറ്റ്? എന്താണ് പറയുന്നത്? ഒരു ക്രയോണിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി 8 രൂപയാണ് വില എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ 6 പാക്കറ്റാണ് വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ഒന്ന് ചെയ്തു നോക്കാം. എത്രയായിരിക്കും? ഒന്നാമത്തെ ആൻസർ ആണ് ഇവിടെ ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ 8 രൂപയാണല്ലേ. 8 രൂപയാണ് ഒരു പാക്കറ്റ് വാങ്ങിക്കാൻ. എത്ര പാക്കറ്റ് വേണം? 6 പാക്കറ്റ് വേണം. അപ്പോൾ ഒന്നാമത്തെ പാക്കറ്റിന്, രണ്ടാമത്തെ പാക്കറ്റ്, മൂന്നാമത്തെ പാക്കറ്റ്, നാലാമത്തെ പാക്കറ്റ്, അഞ്ചാമത്തെ പാക്കറ്റ്, ആറാമത്തെ പാക്കറ്റ്. അഥവാ 6 പാക്കറ്റ് വാങ്ങിക്കണം. ഒരു പാക്കറ്റിന് 8 രൂപയാണ്. 6 × 8 = 48 ആയിരിക്കും. ഓക്കെ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീനൂസ് സ്കൂൾ നീഡ് 8 പേപ്പർ കട്ടേഴ്സ്. ദ പ്രൈസ് ഓഫ് 1 ഈസ് 7 rupees. ഹൗ മച്ച് മണി ഈസ് നീഡഡ്? എന്താണ്? മീനുവിൻ്റെ സ്കൂളിലേക്ക് 8 പേപ്പർ കട്ടർ വേണം. ഒന്നിന് 7 രൂപയാണ് വില. ആകെ എത്ര രൂപയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ആൻസർ ആണ്. അപ്പോൾ മീനുവിന് 8 പേപ്പർ കട്ടർ വേണം അല്ലേ. 8 എണ്ണം വേണം. അപ്പോൾ 1 വേണം അല്ല 7 രൂപയാണല്ലേ. അപ്പോൾ 7 രൂപയുടെ ഒരെണ്ണം വാങ്ങിച്ചു, 2 എണ്ണം വാങ്ങിച്ചു, 3 എണ്ണം വാങ്ങിച്ചു, 4 എണ്ണം വാങ്ങിച്ചു, 5 എണ്ണം വാങ്ങിച്ചു, 6 എണ്ണം വാങ്ങിച്ചു, 7 എണ്ണം വാങ്ങിച്ചു. അഥവാ 7 പേപ്പർ കട്ടർ വാങ്ങിച്ചു, 8 എണ്ണം വാങ്ങിച്ചു, 7 രൂപ വെച്ചിട്ട്. അഥവാ 7 × 8 = 56 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ കേക്ക് ക്യാൻ ബി കട്ട് ഇൻറ്റു 8 pieces. ഒരു കേക്ക് 8 പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. Then 5 cakes were bought and cut as shown as in the picture. How many pieces are there? അപ്പോൾ ഒരു 5 കേക്ക് വാങ്ങിച്ച് 8 കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കേക്ക് വാങ്ങിച്ചത് എത്ര കഷ്ണമാക്കി കട്ട് ചെയ്തു? 8 പീസാക്കി കട്ട് ചെയ്തു. രണ്ടാമത്തെ കേക്കും 8 പീസാക്കി, മൂന്നാമത്തെ കേക്കും 8 പീസാക്കി, നാലാമത്തെ കേക്ക് 8 പീസാക്കി, അഞ്ചാമത്തെ കേക്കും 8 പീസാക്കി. അഥവാ 5 കേക്ക് വാങ്ങി 8 പീസാക്കി. 5 × 8 = 5 × 8 = 40 പീസായിരിക്കും ടോട്ടൽ ഉണ്ടായിരിക്കുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഡിൻ യു സീ ദ പിക്ചർ ഓഫ് ദ ചെസ് ബോർഡ് ഓൺ ദ പേജ് നമ്പർ 127. നമ്മൾ 127 ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെസ് ബോർഡ് അല്ലേ. അതിൽ എത്രയാണുള്ളത്? നമ്മൾ കണ്ട് ഹൗ മെനി സ്ക്വയേഴ്സ് ഹാവ് പീസ് ഓൺ ദം. ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റോയിൽ 8 എണ്ണമാണുള്ളത് അല്ലേ. ഹൗ മെനി സ്ക്വയേഴ്സ് ഡസ് ദ ചെസ് ബോർഡ് ഹാവ്? അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയായിരിക്കും? നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാം 8 + 8 + 8 എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. 8 ഒരു 8 എണ്ണമാണ്. ടോട്ടൽ 8 ഉണ്ട്. അഥവാ 8 + 8 + 8 + 8 അഥവാ 8 × 8 ആണ് ഉണ്ടായിരിക്കുക. 8 × 8 എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ അവിടെ 64 സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കും. Then a ship to Vizhinjam port carrying a crane from China took 7 weeks to make the trip. How many days did it travel? എന്താണ്? വിഴിഞ്ഞം പോർട്ടിലേക്ക് ഒരു ചൈനയിൽ നിന്നും ഒരു ക്രെയിന് വരികയാണ്. അത് യാത്രയ്ക്ക് 3 ആഴ്ചയാണ് എടുത്തത്. എത്ര ദിവസമായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 വീക്കാണ് എടുത്തിട്ടുള്ളത് അല്ലേ. 3 വീക്കാണ് എടുത്തിട്ടുള്ളത്. ഒരു വീക്ക് എന്ന് പറയുന്നത് 7 days ആണ്. അപ്പോൾ ഒന്നാമത്തെ 7 days എടുത്തു 1 വീക്കിലെ, സെക്കൻഡ് 7 days എടുത്തു സെക്കൻഡ് വീക്കിലെ, തേർഡ് 7 days എടുത്തു തേർഡ് വീക്കിലെ. അഥവാ 3
ആഴ്ച എടുത്തു 7 ദിവസം വെച്ചിട്ട്. അപ്പോൾ 3 × 7 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 21 ആണ്. അപ്പോൾ ടോട്ടൽ 21 ഡേയ്സ് എടുത്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായല്ലേ? ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്തത് പോവാം. അടുത്തത് ഫിൽ ഇൻ ദ എംപ്റ്റി സെൽസ് എന്നുള്ളതാണ്. ഇത് വളരെ ഈസിയാണ്. നമ്മൾ നോക്കേണ്ടത് 1 × 8 2 × 16 അല്ലേ? 2 × 8 16 അഥവാ 3 × 8 എന്ന് പറയുന്നത് എത്രയായിരിക്കും? അങ്ങനെ ഇത് 8ൻ്റെ ഇതാണ് നോക്കേണ്ടത്. ഇവിടെ 24 വരും. 4 × 8 എന്ന് പറയുന്നത് 32 വരും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ കൂടെ 8 പ്ലസ് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. അപ്പോൾ 40 + 8 48 ആയിരിക്കും. ഇവിടെ 4 കഴിഞ്ഞാൽ 5 വരും. ഇനി ഈ 48ൻ്റെ കൂടെ 8ഉം കൂടെ കൂട്ടുമ്പോൾ 56 വരും. അതിൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ 64 വന്നു. 64ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ 72 വന്നു. ഇതിൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ 80 വന്നു. ഇവിടെ എത്രയാണ്? ഇവിടെ മിസ്സിങ് എന്ന് പറയുന്നത് 8 ആണ്. ഇനി അടുത്തത് 7ൻ്റെ ടേബിളാണ്. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 കറക്റ്റായിട്ട് എഴുതാം. അത് കഴിഞ്ഞാൽ 1 × 7 70 7 2 × 7 = 40 3 × 7 = 21 4 × 7 = 28 5 × 7 = 35 6 × 7 = 42 7 × 7 = 49 7 × 8 എത്രയാണ്? 56 7 × 9 = 63 7 × 10 = 70. ഇങ്ങനെയാണത് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി അടുത്തത് സെല്ലിംഗ് സമൂസ എന്നുള്ളതാണ്. മീനൂസ് ഫാദർ ആൻഡ് ബ്രദർ വെൻ ടു ബൈ സമൂസ ഫോർ ഹൂ മേക്ക് അംബർല. അംബർല ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ട് മീനുവിൻ്റെ ഫാദറും ബ്രദറും കൂടെ എന്ത് ചെയ്തു? നമ്മുടെ സമൂസ വാങ്ങിക്കാൻ വേണ്ടി പോയി. Then the price of a samosa is 9 rupees. Her father brought 8. How much should he pay? അഥവാ 1 സമൂസ എന്ന് പറയുന്നത് എത്രയാണ്? 1 സമൂസ ഈക്വൽ ടു 9 rupees ആണല്ലേ. ദെൻ ടോട്ടൽ സമൂസ എന്ന് പറയുന്നത് എത്ര സമൂസയാണ് ടോട്ടൽ വാങ്ങിച്ചിട്ടുള്ളത്? ടോട്ടൽ സമൂസ എന്ന് പറയുന്നത് 8 ആണ്. അഥവാ 9 × 8 ആണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 9 × 8 = എത്രയാണ്? 72 ആണ്. ഓക്കെ, 72 ആയിരിക്കും. അപ്പോൾ മീനുവിൻ്റെ ഫാദർ കൊടുത്തിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് വൺ ഇവിടെ കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്. 3 × 9 = എത്രയാണ്? 3 × 9 എന്ന് പറയുന്നത് 27 ആണ് അല്ലേ? 27 ആണ്. അതുപോലെ 5 × 9 എന്ന് പറയുന്നത് 45 ആണ്. 7 × 9 എന്ന് പറയുന്നത് 63 ആണ്. 9 × 9 = 81. ഇനി അടുത്തത് 2 9s make 2 × 9 = 18 ആണ്. ഇനി 4 9s make അഥവാ എത്രയാണ്? 4 × 9 = എത്രയായിരിക്കും? 4 × 9 എന്ന് പറയുന്നത് 36 ആണ്. ഇനി 6 9s make അഥവാ 6 × 9 എന്ന് പറയുന്നത് 54 ആയിരിക്കും. ഇനി 8 × 9 എത്രയാണ്? 8 × 9 = 72 ആണ്. അപ്പോൾ നമ്മളിവിടെ എത്ര എഴുതണം? 8 9s make. ഓക്കെ, ഇനി അടുത്തത് 10 × 9 ആണ്. അപ്പോൾ ഇവിടെ 10 9 make എന്ന് എഴുതി കൊടുക്കാം. 10 × 9 = 90 ആണ്. ഇനി അടുത്തത് 50 ആണ്. അപ്പോൾ ഇവിടെ എത്ര എഴുതണം? 50 9s make. 50 × 9 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 50 × 9 എന്ന് പറയുന്നത് 450 ആണ്. ഇനി അടുത്തത് 100 × 9 എന്ന് പറയുന്നത് 900 ആണ്. ഇവിടെ എഴുതേണ്ടത് 100 9s make. ഓക്കെ, ഇങ്ങനെ എഴുതി കൊടുക്കാം. ഇനി താഴേക്ക് പോവാം. മൾട്ടിപ്ലൈ ആൻഡ് പ്ലേ എന്നുള്ളതാണ്. ഇത് കൂട്ടുകാർ കറക്റ്റായിട്ടൊന്ന് എഴുതുക. ഞാനിവിടെ എഴുതി കാണിക്കാം നിങ്ങൾക്ക് ജസ്റ്റ്. അപ്പോൾ കൂട്ടുകാരെ ഇവിടെ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഫസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സെക്കൻഡ് 1 1 × 2 2 × 2 3 × 2 4 × 2 5 × 2 6 × 2 7 × 2 8 × 2 9 × 2 പിന്നെ 10 × 2 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് 1 × 3 2 × 3 3 × 3 4 × 3 5 × 3 6 × 3 7 × 3 8 × 3 9 × 3 10 × 3. നെക്സ്റ്റ് 1 × 4 2 × 4 3 × 4 4 × 4 5 × 4 6 × 4 7 × 4 8 × 4 9 × 4 10 × 4. അതിന് താഴെ 1 × 5 2 × 5 3 × 5 4 × 5 5 × 5 6 × 5 7 × 5 8 × 5 9 × 5 10 × 5.
ഓക്കെ, അതേപോലെ ഇതേ കളറിൽ ഇതേപോലെയാണ് നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഏതാണോ ബ്ലാങ്ക് ആയിട്ടുള്ളത് അവിടെ കറക്റ്റ് ആ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. റൈറ്റ് ദ പ്രൊഡക്റ്റ് ഇൻ ദ കളേർഡ് സെൽസ് ഹിയർ. ഇവിടെ കളർ ചെയ്തിട്ടുള്ള സെൽ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, കളർ ചെയ്ത സെൽ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ ആൻസർ ഏതാണെന്ന് എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നമുക്കറിയാം 1 × 1 ആണ് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും ആൻസർ നമുക്ക് താഴെ എഴുതി നോക്കാം. ആദ്യത്തേത് 1 × 1 ആണ്. 1 × 1 എന്ന് പറയുന്നത് ആൻസർ എത്രയാണ്? 1 തന്നെയാണ്. ഇനി അടുത്തതോ 2 × 2 ആണ്. ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. 3 × 3 എന്ന് പറയുന്നത് ആൻസർ 9 ആണ്. 4 × 4 എന്ന് പറയുന്നത് 16 ആയിരിക്കും. 5 × 5 25 ആണ്. 6 × 6 36 ആണ്. 7 × 7 എന്ന് പറയുന്നത് 49 ആണ്. 8 × 8 എന്ന് പറയുന്നത് 64 ആണ്. അതുപോലെ 9 × 9 എന്ന് പറയുന്നത് 81 ആണ്. 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് ദ പ്രൊഡക്ട്സ് ഇൻ ദ 8th row ഹിയർ. ഈസ് ദർ എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ. എന്താണ് 8th ഏതാണ്? ഇതിൽ 8th ഏത് പറയുന്നത് ഇതാണ്. ഇതിലെ ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അഥവാ 1 × 8 എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ആൻസർ 8 ആയിരിക്കും. പിന്നെ 2 × 8 ആണ്. 2 × 8ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 16 ആയിരിക്കും. പിന്നെ 3 × 8 എന്ന് പറയുന്നത് 24 ആണ്. ദെൻ 4 × 8 എന്ന് പറയുന്നത് 32 ആണ്. 5 × 8 എന്ന് പറയുന്നത് 40 ആണ്. ദെൻ 6 × 8 എന്ന് പറയുന്നത് 48 ആണ്. 7 × 8 എന്ന് പറയുന്നത് 56 ആണ്. ദെൻ 8 × 8 എന്ന് പറയുന്നത് 64 ആണ്. ദെൻ 9 × 8 എന്ന് പറയുന്നത് 72 ആണ്. 8 × 10 എന്ന് പറയുന്നത് 80 ആണ്. ദെൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടത്? അതെന്താണ്? ഇത് 8ൻ്റെ ടേബിളാണ് അല്ലേ. ദ ടേബിൾ ഓഫ് 8 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് അടുത്തത് സ്വിച്ച് ഓൺ ദ ലൈറ്റ്സ് എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? മീനൂസ് പ്രൊജക്ട് ഫോർ ദ മാത്ത് ഫെയറിന് വേണ്ടിയിട്ട് മീൻ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊജക്റ്റാണ് അവിടെ തന്നിട്ടുള്ളത്. ഇതിൽ കാൽക്കുലേറ്റ് ദ പ്രോഡക്റ്റ് ബിലോ ഈച്ച് സ്വിച്ച് ആൻഡ് ഫിൽ ഇൻ ദ ബൾബ് ഷോയിങ് ദിസ് നമ്പർ വിച്ച് ദ സെയിം കളർ ആസ് ദ സ്വിച്ച് ജോയിൻ ദ സ്വിച്ച് ആൻഡ് ബൾബ്. സ്വിച്ചിന് താഴെയുള്ള പ്രൊഡക്റ്റിൻ്റെ ആൻസർ ആയിരിക്കും അവിടുത്തെ ബൾബ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണെന്ന് കറക്റ്റ് ചെയ്യുക, എന്നിട്ട് അതിന് അതേ സെയിം നിറം തന്നെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ എന്ന് പറയുന്നത് 3 × 9 ആണ്. 3 × 9 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 3 × 9 എന്ന് പറഞ്ഞാൽ 48 ആണ് അല്ലേ. 48 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 3 × 7 എന്ന് പറയുന്നത് 3 × 9 എന്ന് പറയുന്നത് 27 ആണല്ലേ. അപ്പോൾ 27 എന്നുള്ള ആൻസറിൽ നമ്മൾ ഏത് കളർ കൊടുക്കണം? ഗ്രീൻ കളർ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രീൻ കളർ നിങ്ങൾ കൊടുക്കുക. ഇതാണ് 27. ഇനി അടുത്തത് 5 × 5 ആണ്. 5 × 5 എന്ന് പറഞ്ഞാൽ 25 ആണ്. അതിന് ഏത് കളർ കൊടുക്കണം? റെഡ് കൊടുക്കണം. അപ്പോൾ 25 ഇവിടെയാണ്. ഇതിന് റെഡ് കളർ കൊടുക്കുക. ഇനി അടുത്തത് 7 × 3 ആണ്. 7 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 × 3 എന്ന് പറഞ്ഞാൽ 21 ആണല്ലേ. അപ്പോൾ 21 ഏത് കളർ കൊടുക്കണം? യെല്ലോ കൊടുക്കണം. അപ്പോൾ ഇവിടെ യെല്ലോ കൊടുക്കുക. ഇനി അടുത്തത് 6 × 6 ആണ്. 6 × 6 എന്ന് പറയുന്നത് 36 ആണ്. അതിന് ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിന് ബ്ലൂ കളർ കൊടുക്കുക. ഇനി അടുത്തത് 9 × 9 ആണ്. 81 ആണ്. 81 ഓറഞ്ച് ആണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓറഞ്ച് ഇല്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് റെഡ് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 81 എന്ന് പറയുന്നത്. അടുത്തത് 6 × 8 ആണ്. 48 ആണ് ഉത്തരം എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ കൊടുക്കേണ്ടത് ആ ഒരു വയലറ്റ് കളറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഏകദേശം വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ക്രിക്കറ്റ് മാച്ചാണ്. മീനു സിസ്റ്റർ ഹിറ്റ് 6 റൺസ് ആൻഡ് 50 ബൗണ്ടറീസ് 4 റൺസ്. ഹൗ മെനി റൺസ് ഡിഡ് ഷീ ഗെറ്റ് ഫ്രം ദീസ്? അപ്പോൾ എന്താണ്? മീനുവിൻ്റെ സിസ്റ്റർ ആദ്യം 11 6 ആണ് അടിച്ചത് അല്ലേ. 6 ആണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അഥവാ 11 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് അവിടെ? അപ്പോൾ 11 6 അടിച്ചു. ഒരെണ്ണം 6 റൺസാണ്. അഥവാ 11 × 6 11 × 6 എത്രയാണ്? 66 ആണ്. പിന്നെ എന്താ അടിച്ചിട്ടുണ്ടായിരുന്നത്? 15 ബൗണ്ടറീസ് അടിച്ചിട്ടുണ്ടായിരുന്നു. 4 റൺസ് കിട്ടി അല്ലേ. 15 × 4 എന്ന് പറയുന്നത് 60 ആണ്. ഇനി ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 66 + 60 എന്ന് ചെയ്ത് കൊടുക്കുക. എത്രയായിരിക്കും? 126 ആയിരിക്കും ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൺസ് ഫ്രം 6 അത് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം ടോട്ടൽ 11 ആണുള്ളത് അല്ലേ. ആ 11നെ നമ്മൾ
10 ടൈംസ് 6 ആക്കി മാറ്റി. അപ്പോൾ 60 എന്ന് കിട്ടി. പിന്നെ ബാലൻസ് ഉള്ളത് 1 ആണ്. ആ 1നെ നമ്മൾ വീണ്ടും 6 ആക്കി, അഥവാ വീണ്ടും 6 കിട്ടി. അപ്പോൾ ഈ 60യും ഈ 6ഉം കൂടെ കൂട്ടുമ്പോൾ 66 എന്ന് ഉത്തരം കിട്ടും. ഇങ്ങനെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അടുത്തത് എത്രയാണ്? റൺസ് ഫ്രം 15 ബൗണ്ടറീസ് ആണ് അല്ലേ. 15 ബൗണ്ടറീസ് ആണ്. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 10 ടൈംസ് 4 കൊടുക്കാം. 10 ടൈംസ് 4 എന്ന് പറയുന്നത് 40 ആണ്. ഇനി ബാക്കി എത്രയുണ്ട്? 5 ഉണ്ട് അല്ലേ. അപ്പോൾ 5 ടൈംസ് 4 എന്ന് പറയുന്നത് എത്രയാണ്? 5 × 4 = 20 ആണ്. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ 50 ടൈംസ് എന്നുള്ളത് കിട്ടും. അപ്പോൾ 50 ടൈംസ് 4 എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 66 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി അവസാനം ഇത് രണ്ടും കൂടെ 60 എന്ന് ഉത്തരം കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 5 × 1 = 15, 5 × 2 = 30, 5 × 3 = 45, 5 × 4 = 16, 5 × 5 = 75. ഇനി ഇവിടെ 29 × 8 എങ്ങനെയാണ്? 29 × 8 എന്ന് പറയുന്നത് എത്രയായിരിക്കും കൂട്ടുകാരെ? 29 × 8 എത്രയാണ്? 29 × 8 എന്ന് പറയുന്നത് 232 ആണല്ലേ. 232 ആയിരിക്കും. ഇനി അടുത്തത് 30 × 8 എന്ന് പറയുന്നത് 240 ആണ്. 31 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 31 × 8 എന്ന് പറയുന്നത് 248 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 8ഉം കൂടെ കൂട്ടിയിട്ട് 248 എന്ന് വരും. ഇനി 50 × 5 എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ നോക്കേണ്ടത് 5 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. 25 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 0ഉം കൂടെ കൂട്ടിയാൽ 250 എന്ന് കിട്ടും. ഇനി അടുത്തത് 51 × 5 എന്ന് പറയുന്നത് 255 ആണ്. ഇനി 52 × 5 എന്ന് പറയുന്നത് 260 ആണ്. കാരണം +5ഉം കൂടെ കൂട്ടിയാൽ മതി. ഇനി അടുത്തത് നോക്കാം. അടുത്തത് പ്രൈസ് ഓഫ് ബാംഗിൾസ് എന്നുള്ളതാണ്. അടുത്തതായിട്ട് എന്താണ്? ബാംഗിൾസ് വാങ്ങിക്കാൻ പോയ ഒരു സ്റ്റോറിയാണ് അടുത്തതായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. ഇവിടെ the price of dozen bangles is 25 rupees. Meenu brought 4 dozen red bangles and 3 dozen blue. What is the total price എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരെണ്ണത്തിന് ഒരു ബാംഗിളിന് എത്രയാണ്? 25 ആണല്ലേ. അപ്പോൾ 25ൻ്റെ ആദ്യം 4 ബാംഗിൾസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 100 rupees ആയിരിക്കും. ഇനി അടുത്തത് 25ൻ്റെ തന്നെ 3 ബാംഗിൾസ് റെഡ് എടുത്തു അല്ലേ. അതിനെത്രയാണ്? 25 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 75 ആണ്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 100 + 75 ആയിരിക്കും. 175 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി 1 ഡസൻ എന്ന് പറയുന്നത് 12 ആണെന്ന് പറയുന്നുണ്ട്. ഇനി താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. എന്താണ്? കംപ്ലീറ്റ് ദ ടേബിൾസ്. 1 × 6 = 6, 2 × 6 = 12. അടുത്ത എത്രയാണ്? 3 × 6 = 18. ദെൻ 4 × 6 എത്രയാണ്? 4 × 6 = 24 ആണ് അല്ലേ. 24 ആണ്. ഇനി 5 × 6 = 30 ആണ്. 6 × 6 = 36 ആണ്. 7 × 6 എത്രയാണ്? 7 × 6 = 42 ആണ്. ഇനി അടുത്തത് 8 × 6 = 48 ആണ്. ഇനി അടുത്തത് 9 × 6 എത്രയായിരിക്കും? 9 × 6 = 54 ആണ്. ഓക്കെ, ഇനി 10 × 6 എത്രയാണ്? 100 കൊടുത്തിട്ടുണ്ട്. 20 × 6 120 ആണ്. ഇനി അടുത്തത് എത്രയായിരിക്കും വരുന്നത്? അടുത്തത് 30 × 6 ആയിരിക്കും അല്ലേ. 180 ആണ്. 40 × 6 = 240 ആണ്. ഇതേ സെയിം തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഒരു 0ഉം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ 50 × 6 = 300 ആണ്. അതുപോലെ തന്നെ 60 × 6 = 360 ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 360, 420, 480, 240 എന്നായിട്ട് വരും. ഇനി 40 × 6 എത്രയായിരിക്കും? അപ്പോൾ 40 × 6 എന്ന് പറയുന്നത് 240 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4 × 6 എത്രയാണെന്നാണ് പറഞ്ഞത്? 24 ആണ്. ഓക്കെ, ഇനി 44 എത്രയാണ്? 44 × 6 എന്ന് പറയുന്നത് 264 ആയിരിക്കും.
ദെൻ ഇവിടെ 70, 8, 9 എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ടേബിൾസ് നിങ്ങൾ എഴുതി നോക്കുക. ഇനി അടുത്തത് 110 ഇൻറ്റു 6 എത്രയാണ്? 110 ഇൻറ്റു 6 എന്ന് പറയുന്നത് 660 ആണ്. ദെൻ 52 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 312 ആണ്. ഇനി അടുത്തത് 38 ഇൻറ്റു 6 ആണ്. 38 ഇൻറ്റു 6 ഈക്വൽ ടു 228. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് നോക്കാം. കംപ്ലീറ്റ് ദ പൂക്കളം. ഇവിടെ പൂക്കളം തന്നിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പൂക്കളം എന്ന് പറയുന്നത് 5 ആണ് സെൻറ്ററിലുള്ളത് അല്ലേ? 5 ആണ് സെൻറ്ററിൽ. അപ്പോൾ 5 ഇൻറ്റു 17 ആണ്. 5 ഇൻറ്റു 17 ആണ് 85 എന്ന് പറയുന്നത്. അതുപോലെ 5 ഇൻറ്റു 3 ആണ് 15 എന്ന് പറയുന്നത്. 5 ഇൻറ്റു 7 ആണ് 35 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ഇൻറ്റു 6 എത്രയാണ്? 5 ഇൻറ്റു 6 എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ ഇവിടെ 30 എന്ന് ഉത്തരം വരും. ഇനി 5 ഇൻറ്റു 12 ആണ് അടുത്തതായിട്ട് നോക്കാനുള്ളത്. 5 ഇൻറ്റു 12 എന്ന് പറയുന്നത് 60 ആണ്. ഇനി അടുത്തത് 5ഉം 40യും തന്നിട്ടുണ്ട്. 40 കിട്ടണമെങ്കിൽ എത്രയാണ് കൂട്ടുകാരെ അവിടെ വേണ്ടത്? 40 കിട്ടണമെങ്കിൽ 5 ഇൻറ്റു 8 ആണ്. അപ്പോൾ ഇവിടെ 8 എന്ന് ഉത്തരം വരും. ഇനി അടുത്തത് 5 ഇൻറ്റു 15 എന്ന് പറയുന്നത് എത്രയാണ്? 5 ഇൻറ്റു 15 എന്ന് പറയുന്നത് 75 ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം. ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. 5 ഇൻറ്റു 10 എപ്പോഴാണ് കിട്ടുന്നത്? ഇവിടെ 50 കിട്ടുന്നത് 10 ആണ്. 5 ഇൻറ്റു 10 ആണ് 50 എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് കംപ്ലീറ്റ് ദ പാറ്റേൺ എന്നുള്ളതാണ്. ഇത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. 3, 6, 9 ഇതെന്താണ്? 3യുടെ ടേബിൾ ആണല്ലേ. 3, 6, 9 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എത്ര വരും? 12 വരും, പിന്നെ 15 വരും, പിന്നെ 18 വരും. ഇനി 4, 8 4ഉം 8ഉം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 12 ആണ്, പിന്നെ 16 വരും, പിന്നെ 20, 24 കഴിഞ്ഞാൽ 28 എന്ന് വരും. 4ൻ്റെ ടേബിളാണ്. ഇനി 27, 36, 45 പിന്നെ എത്രയാണ്? 54, അത് കഴിഞ്ഞാൽ 63, ദെൻ 72. ദെൻ നെക്സ്റ്റ് വൺ 45, 40, 35 ഇവിടെ കുറഞ്ഞു വരികയാണ്. 5 വെച്ചിട്ടാണ് കുറയുന്നത്. 35 കഴിഞ്ഞാൽ പിന്നെ 30 വരും, പിന്നെ 25 വരും, പിന്നെ 20 വരും. ഇനി അടുത്തത് 15, 13, 45 ഇവിടെ 15 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ 45ൻ്റെ കൂടെ 15 ആഡ് ചെയ്യണം. അപ്പോൾ എത്രയായിരിക്കും വരുന്നത്? അപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ 75 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 19 എന്ന് കിട്ടും. ഇനി അടുത്തത് 25, 50, 75 പിന്നെ എത്രയായിരിക്കും? പിന്നെന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 100 വരും, പിന്നെ 125 വരും, പിന്നെ 150 വരും. ഇനി 100, 200, 300, 400 വളരെ ഈസിയാണ്. 500, 600, ദെൻ 700. ദെൻ ദ പാറ്റേൺ ഐ ഫൗണ്ട്. നിങ്ങളുടെ അടുത്ത് ഇതേപോലെയുള്ള പാറ്റേൺ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. 20, 40, 60, 80. അതല്ലെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാക്കാം? 1, 2, 3, 4 ഇതും ഒരു പാറ്റേൺ ആണ്. 1, 2, 3, 4 എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതിയാലും നിങ്ങൾക്ക് പാറ്റേൺ ആക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 50, 55, ദെൻ 60, 65 5 കൂടിയിട്ട് വരാം. ഇനി അല്ലെങ്കിൽ 200, 400, ദെൻ 600, 800 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഉണ്ടാക്കാവുന്നതാണ്. ഇനി താഴേക്ക് നോക്കാം. മാത്ത് ഫെയർ ആണ് അടുത്തതായിട്ട്. ദ മാത്ത് ഫെയർ ഈസ് മീനൂസ് സ്കൂൾ ആൻഡ് ഹാഡ് മെനി കോമ്പറ്റീഷൻസ് ആൻഡ് ദർ വർ 6 winners. ദേ വർ ഗിവൺ ബുക്ക് ആസ് ഗിഫ്റ്റ്. മാത്ത് ഫെയർ നടക്കുകയാണ് മീനുവിൻ്റെ സ്കൂൾ. അപ്പോൾ 6 വിന്നേഴ്സ് ആണുള്ളത്. 6 വിന്നേഴ്സിന് എന്താ ചെയ്യുന്നത്? 6 വിന്നേഴ്സിനും അവർ നോട്ട് ബുക്കാണ് സമ്മാനമായിട്ട് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ദ പ്രൈസ് ഓഫ് എ ബുക്ക് ഈസ് 100 rupees. ഒരു ബുക്കിന് എത്രയാണ്? 100 rupees ആണുള്ളത്. വെൻ 6 books were brought, the price of the each book was reduced 5 rupees. അങ്ങനെ ഒരു 6 ബുക്ക് എടുക്കുമ്പോൾ 5 രൂപ വെച്ചിട്ട് കുറക്കുന്നുണ്ട് ഓരോ ബുക്കിൻ്റെ മീലെ, ഓരോ ബുക്കിലും. അപ്പോൾ ആദ്യം നമ്മൾ എഴുതേണ്ടത് ദ പ്രൈസ് ഓഫ് ദ ബുക്ക്. എന്താണ്? ബുക്കിൻ്റെ പ്രൈസ് എത്രയാണ്? പ്രൈസ് ഓഫ് എ ബുക്ക്, ഒരു ബുക്കിൻ്റെ രൂപ എന്ന് പറയുന്നത് 100 ആണ്. ദെൻ റെഡ്യൂസ് ചെയ്തുള്ളത് എത്രയാണ്? ഇവിടെ എത്രയാണ് റെഡ്യൂസ് ചെയ്തിട്ടുള്ളത്? റെഡ്യൂസ്ഡ് എമൗണ്ട് അല്ലേ?
റെഡ്യൂസ്ഡ് 5 റുപ്പീസ് ആണല്ലോ, അഥവാ 105 അപ്പോൾ എത്രയായിരിക്കും 95 ആയിരിക്കും ഇപ്പം നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ്, ആകെ എത്ര രൂപയായിരിക്കും അവർ പെയ്ഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആകെ എത്ര രൂപയായിരിക്കും, ഒരു 95 ഉണ്ടായിരിക്കും അല്ലേ, ഒരു 95 6 ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. 95 പ്ലസ് 95 എത്രയായി, 1 2 3 4 5 6, അല്ലാന്നുണ്ടെങ്കിൽ 6 × 95 എന്ന് ചെയ്താലും മതി. അപ്പോൾ 6 × 95 എന്ന് പറയുന്നത് എത്രയാണ്, 510 ആണ് ഉത്തരം എന്ന് പറയുന്നത്. ദ പ്രൈസ് ഓഫ് 1 ബുക്ക് എത്രയാണ്, ദ പ്രൈസ് ഓഫ് 1 ബുക്ക് ഈസ് 100. ഓക്കെ, 100 അല്ല 95, 5 കുറച്ചു അല്ലേ. നമ്പർ ഓഫ് ബുക്സ് എന്ന് പറയുന്നത് 6 ആണ്. ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 510. ഓക്കെ, ഇനി താഴെ നോക്കൂ. വാട്ട് കൈൻഡ് ഓഫ് കറൻസി നോട്ട് ക്യാൻ ബി ഗിവൺ ആസ് എ പ്രൈസ് ഓഫ് ബുക്സ്. ഇവിടെ ബുക്സിൻ്റെ പ്രൈസ് ആയിട്ട് ഇതിൽ ഏതൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ ആയിരിക്കും ഇവിടെ തന്നിട്ടുണ്ട്. 100ൻ്റെ ഒരെണ്ണം കൊടുത്തു, അപ്പോൾ 100 റുപ്പീസായി അല്ലേ. ഇനി 50യുടെ 1 കൊടുത്തു, അപ്പോൾ 50 ആയി. 10ൻ്റെ 2 എണ്ണം കൊടുത്തു, അപ്പോൾ 20 ആയി. ഇത് ടോട്ടൽ എത്രയാണ്, 510 ആണല്ലേ. ഓക്കെ, 7. അപ്പോൾ ടോട്ടൽ നമ്മൾ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്ക് വന്നു. ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 570 ആണ് കേട്ടോ, 70 ആണ് നമ്മൾ എഴുതിയപ്പോൾ, ആദ്യം എഴുതി വെച്ച് മാറിപ്പോയതാണ്. ദെൻ നെക്സ്റ്റ് വൺ, ഇവിടെ ഇനി അതർ വേയിൽ എങ്ങനെയൊക്കെ ആയാലും ഇത് കൊടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 200ൻ്റെ 2 കൊടുത്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ 200 കിട്ടി. അതിനുശേഷം 100ൻ്റെ 1 കൊടുത്തു, അപ്പോൾ 100 കിട്ടി. ഇനി വേറെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഏതൊക്കെയാണ് ചാൻസ് ഉള്ളത് ഇവിടെ, വേറെ എന്തൊക്കെ കൊടുക്കാനാണ്, പിന്നെ 50. ഓക്കെ, ഇവിടെ 10ൻ്റെ ഒരു 5 കൊടുത്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ 50 കിട്ടി. അതുപോലെ തന്നെ 400 കേട്ടോ. 5ൻ്റെ എത്ര കൊടുത്തിട്ടുണ്ടായിരിക്കും, 4 കൊടുത്തു, അപ്പോൾ 2 കിട്ടി. അപ്പോൾ എത്രയായിരിക്കും, 570 എന്ന് വരും. ഓക്കെ, 400 500 550 570 കറക്റ്റായിട്ട് കിട്ടി. ഇനി അടുത്തത് 10 കറൻസി നോട്ട് ഓഫ് ദ സെല്ലർ. എന്താണ്, വിച്ച് കനോട്ട് ദേ ഗേവ്. അവരെന്താ ചെയ്തിട്ടുള്ളത്, വേറെ ഏതൊക്കെ വേയിൽ ഇങ്ങനെ ബുക്ക് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ ഒരു 10 കറൻസി വരുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇനി അടുത്തത് ക്രിസ്മസ് ട്രീ ആണ്. മീനു ബോട്ട് 5 പാക്കറ്റ്സ് ഓഫ് trinkets to decorate her Christmas tree. The price of 1 packet is 98 rupees. What is the total price എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്, 3 എണ്ണമാണ് വാങ്ങിച്ചിട്ടുള്ളത് അല്ലേ. ആകെ 98 ആണ്. ഓക്കെ, 98 ആണുള്ളത്, 3 എണ്ണം വാങ്ങിച്ചു. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ആദ്യം നമുക്ക് 90 നോക്കാം. 90 × 3 = 270. പിന്നെ എത്രയാണ് ബാക്കിയുള്ളത്, 8 ആണല്ലേ. 8 × 3 = 24 എന്ന് നമുക്കറിയാം. ഇനി നമ്മൾ 270യും 24ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 294. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് നോക്കാം. ഇവിടെ ചാപ്റ്റർ കഴിഞ്ഞു, ഇനി നമുക്ക് അസസ്മെൻ്റ് ആണ് നോക്കാനുള്ളത്. ഓരോ അസസ്മെൻ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 99 people can be sit in one tier of the stadium and there were 10 tiers. How many people can be seated in all? ഫുട്ബോൾ മത്സരം നടക്കുന്ന സ്റ്റേഡിയത്തിൽ ഒരു വരിയിൽ 99 പേർക്ക് ഇരിക്കാം. സ്റ്റേഡിയത്തിൽ 10 വരികളാണുള്ളത്, അപ്പോൾ എത്ര പേർക്ക് ഇരിക്കാം എങ്ങനെ കാണാം നമുക്ക്. ഇവിടെ 99 × 10 എന്ന് കൊടുത്താൽ മതി, അപ്പോൾ 990 പേർക്ക് ഇരിക്കാവുന്നതാണ്. ഇനി അടുത്തത്, ഹൗ മെനി പീപ്പിൾ കുഡ് ഹാവ് ബീൻ സീറ്റഡ് ഇഫ് ഈച്ച് ദെയർ കുഡ് സീറ്റ് 100. ഇനി ഇത് 10 സീറ്റ് ആണെങ്കിൽ എത്ര പേർക്ക് ഇരിക്കാം, അപ്പോൾ 10 ആണല്ലേ. അപ്പോൾ 10 പേർക്ക് വെച്ചിട്ട് 100 റോയിൽ ഇരുന്ന് കഴിഞ്ഞാൽ 1000 ആളുകൾക്ക് ഇരിക്കാവുന്നതാണ്. ദെൻ 4 seats from the each tier was removed to build another gate to stadium. How many seats are there now? അവിടെ എന്താണ്, സ്റ്റേഡിയത്തിലേക്ക് ഒരു ഗേറ്റ് കൂടി പണിയുവാൻ ഓരോ വരിയിൽ നിന്നും 4 സീറ്റുകൾ അവർ മാറ്റിയെടുത്തു. ഇനി എത്ര സീറ്റ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, 4 എണ്ണമാണ് മാറ്റിയെടുത്തത്. അപ്പോൾ 10 എണ്ണത്തിൽ നിന്നും 4 എണ്ണം എടുത്തു. അപ്പോൾ 10 × 4 എന്ന് പറയുന്നത് 40 എടുത്തു. അപ്പോൾ ആകെ ടോട്ടൽ 1000 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 40 എടുത്തപ്പോൾ 960 ആയിട്ട് മാറി.
ഇനി വാട്ട്സ് ദ ഡേറ്റ്, അടുത്തത് ഡേറ്റിനെ കുറിച്ചിട്ടുള്ളതാണ്. ദ ഫസ്റ്റ് മൺഡേ ഓഫ് 2024 ഒക്ടോബർ ഈസ് ദ 7th. ഓൺ വാട്ട് ഡേ ഈസ് ദ 4th മൺഡേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? 2024 ഒക്ടോബർ മാസത്തിലെ തിങ്കളാഴ്ച 7-ാം തീയതിയാണെങ്കിൽ അവിടുത്തെ 4ാമത്തേത് ഏതായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ 7 7 കഴിഞ്ഞാൽ 14 വരും. അതിന് ശേഷം എന്ത് വരും? 21 വരും, പിന്നെ 28 വരും. അപ്പോൾ ഏത് ദിവസമാണ്? 28 ആണ് അല്ലേ? ഉത്തരം എന്ന് പറയുന്നത് 28 ആണ്. ഇനി ഹൗ മെനി ബനാനാസ് ട്രീ? മീനു പ്ലാന്റഡ് 7 ബനാനാസ് ട്രീ ഇൻ എ റോ. ഹൗ മെനി ഓഫ് ദം ക്യാൻ ബി പ്ലാന്റഡ്? 8 such rows. If 9 trees were planted in each row instead, how many could be planted? അപ്പോൾ ഇവിടെ മീനു എന്താ ചെയ്തിട്ടുള്ളത്? മീനു തൻ്റെ തോട്ടത്തിൽ ഒരു വാഴ വെക്കുകയാണ് അല്ലേ? ഒരു വരിയിൽ 7 വാഴയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം 8 വരികളായി എത്ര വാഴ നടാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും? 7 വരിയിൽ വെച്ചു 8 എണ്ണമാണുള്ളത് അല്ലേ? അഥവാ 7 × 8 ആണ്. അപ്പോൾ എത്രയാണ്? 56 ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ, 56 ആണ് അവിടെ നട്ടിട്ടുണ്ടാവുക. ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഇഫ് ദ 9 trees were planted in each row instead, how many could be planted? അപ്പോൾ എത്രയായിരിക്കും? അവിടെ 8 ഉണ്ടായിരിക്കും അല്ലേ? 8ൽ 9 വെച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ അവിടെ 72 ആയിട്ട് നമുക്ക് വാഴ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് മാത്ത് ക്വിസ് ആണ്. 8 children won this month's math quiz in Meenu's school. It was decided to give each a gift box with 6 items. The prize it is 2 shops are given below. ഇവിടെ 2 ഷോപ്പിലെ പ്രൈസാണ് തന്നിട്ടുള്ളത്. മീനുവിൻ്റെ സ്കൂൾ എന്താണ്? ഗണിത കിസ്സു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 6 പേർക്ക് 6 ഇനങ്ങളുള്ള ഒരു മിക്കി സ്റ്റോൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. മിക്കിയുടെയും ഡോറയുടെയും സ്റ്റോൾസ് തന്നിട്ടുണ്ട്. 6 ഇനങ്ങളുടേതാണ്. അപ്പോൾ 8 പേർക്കാണ് ഇവർ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വിച്ച് ഷോപ്പ് ഈസ് ബെറ്റർ യു ബൈ തിങ്സ്? ഇതിൽ ഏത് ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുന്നതാണ് ബെറ്റർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൈസൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 5, 8, 3, 7, 30, 10 ഇതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 61 റുപ്പീസ് ഇവിടെ കിട്ടും. 61 റുപ്പീസ് കിട്ടും. അതുപോലെ തന്നെ ഡോറയുടെ ഇവിടെ 63 കിട്ടും. ഡോറയുടെ 61 കിട്ടും. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലതെന്ന് പറയുന്നത്? ഡോറയുടേതാണ് അല്ലേ? ഡോറയുടെ സ്റ്റോറാണ്. ഇനി ഹൗ മച്ച് വുഡ് ഇറ്റ് കോസ്റ്റ് ടു ബൈ ഓൾ ദ 8 ഗിഫ്റ്റ് പാക്സ് ഫ്രം ഡോറ സ്റ്റോഴ്സ്? അപ്പോൾ ഡോറയുടെ സ്റ്റോഴ്സിൽ നിന്നും 8 എണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും? അഥവാ 61 × 8 ആണ് നമ്മൾ കാണേണ്ടത്. അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ആദ്യം 60 ചെയ്യാം അല്ലേ? 60 × 8 = 408 ആണ്. 1 × 8 = 8 ആണ്. അപ്പോൾ 480 + 8 എന്ന് പറയുന്നത് 488 റുപ്പീസ് ആയിരിക്കും ആവുന്നത്. ഓക്കെ, ഇനി വാട്ട് ഇഫ് ദ ഓൾ ബ്രോഡ്സ് ഫ്രം ദ മിക്കി സ്റ്റോർ? ഇനി മിക്കിയുടെ സ്റ്റോറിൽ നിന്നാണ് വാങ്ങുന്നത് എങ്കിൽ എത്രയായിരിക്കും? 63.8 ആണ് അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 60 തന്നെ ചെയ്യാം. 60 × 8 നമ്മൾ പറഞ്ഞു 480 ആണ്. ഇനി ബാലൻസ് ഉള്ളത് 3 ആണല്ലേ? 3 × 8 24 ആണ്. ദെൻ 480 + 24 = 504. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലത്? നമ്മുടെ ഡോറയുടെ സ്റ്റോറാണ് അല്ലേ? ദേ ബോട്ട് സം ഓഫ് ദ തിങ്സ് വിച്ച് വൺ സ്റ്റോർ ആൻഡ് സം അതർ ഡിപ്പെൻഡിങ് ദ പ്രൈസ് കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അവരിതനുസരിച്ച് എങ്ങനെയായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മളിവിടെ ഒന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൈസ് വരുന്ന രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് നല്ലത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ ഹൗ മച്ച് വാസ് സ്പെൻഡ് ഫോർ 8 ഗിഫ്റ്റ്? അവർ 8 ഗിഫ്റ്റിന് വേണ്ടി എത്രയായിരുന്നു ചിലവാക്കിയിട്ടുണ്ടായിരിക്കുക? ഇവിടെ 57 ആണല്ലേ? അപ്പോൾ ഇവിടെ ഓരോന്ന് നമ്മൾ എഴുതുകയാണ്. ഇപ്പോൾ പെൻസിൽ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, പെൻസിൽ വാങ്ങിച്ചു. പെൻസിലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 ആണ്. പെന്ന് വാങ്ങിച്ചു, പെന്നിന് 8 ആണ്. ഇറേസർ വാങ്ങിച്ചു, ഇറേസറിന് എത്രയാണ്? 3 ആണ്. റൂളർ വാങ്ങിച്ചു, റൂളറിന് 7 രൂപയാണ്. സ്കെച്ച് വാങ്ങിച്ചു, 27 ആണ്. ക്രയോൺ വാങ്ങിച്ചു, ക്രയോണ് അവർ 8 വാങ്ങിച്ചു. അപ്പോൾ ടോട്ടൽ 57 എന്ന് വരും. ഇനി ഇവർ 57 × 8 ചെയ്യുക. അപ്പോൾ 8 പേർക്ക് എത്രയായിരിക്കും? ആകെ 456 റുപ്പീസ് ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ,
ഇനി അടുത്തത് ഫിൽ ഇൻ ദ സെൽസ് ആണ്. ഇത് വളരെ രസകരമായ ഒന്നാണ്. നമ്മൾ നോക്കേണ്ടത് 2 × 3 എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? 6 ആണല്ലോ. അപ്പോൾ ഇവിടെ 6 വരും. ഇനി നമ്മൾ 2 × 1 = എത്രയാണ്? 2 × 1 = 2 തന്നെയാണ്. ഇനി ഇവിടെ 18 വരണം. 18 വരണമെങ്കിൽ ഇവിടെ എന്താണ്? 2 × 9 നോക്കണം. 2 × 9 = 18 ആണ്. ഇവിടെ 3 × 3 = 9 ആണ്. അപ്പോൾ അതും കറക്റ്റായി. ഇനി ഇവിടെ 18 വരണമെങ്കിൽ ഇവിടെ എത്ര വരണം? ഇവിടെ ഉള്ളത് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ നോക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കാം. എത്രയാണ്? 1 × 3 = 3, 6 × 3 = 18 ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടി. ഇനി അടുത്തത് ഇവിടെ 24 മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ 24 വരണമെങ്കിൽ നമ്മൾ ഏതൊക്കെ കാൽക്കുലേഷൻ ചെയ്യണം എന്ന് നമ്മൾ ആദ്യം നോക്കണം. അപ്പോൾ ഇവിടെ 12 അല്ലേ? 12 2 × 12 ചെയ്ത് കഴിഞ്ഞാൽ 24 എന്ന് വരും. ഇവിടെ 12 ഉത്തരം കിട്ടണമെങ്കിൽ ഇവിടെ എത്ര കൊടുക്കണം? 3 × 4 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 3ഉം 4ഉം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എത്ര കിട്ടണം? ഇവിടെ 24 വരണം, അതുപോലെ ഇവിടെയും കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇവിടെ 24 വരണമെങ്കിൽ നമുക്ക് 6 × എന്ത് ചെയ്യാം? 6 × 4 കൊടുക്കാം. ഓക്കെ, അപ്പോൾ 6 × 4 24 ആയി. ഇവിടെ 4 കിട്ടണമെങ്കിൽ ഇവിടെ 4 ആണ്, അപ്പോൾ ഇവിടെ 1 മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. 1 × 4 = 4. ഇനി ഇവിടെ 6 കിട്ടണമെങ്കിൽ ഇവിടെ 3 ഉണ്ട്, പിന്നെ ഇത് കൊടുക്കണം, 2 കൊടുക്കണം. 2 × 3 = 6. ഓക്കെ, ഇനി ഇവിടെ ഒന്നും കൂടെ ഉണ്ട്. പ്രൈസ് കണ്ടാണ് ടേക്ക് മീനൂസ് പ്രൈസ്. ഇവിടെ എന്താണ്? ടേക്ക് ദ പാത്ത് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ 6. 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വഴി പോയി കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റിൻ്റെ അടുത്ത് എത്താൻ പറ്റുമെന്നാണ് മീനു പറയുന്നത്. അപ്പോൾ ആദ്യം 6ൽ പോകണം, അത് കഴിഞ്ഞിട്ട് 12ൽ പോകണം, അത് കഴിഞ്ഞിട്ട് 18ൽ പോകണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24ൽ പോകണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30ൽ പോകണം, ദെൻ 36ൽ പോകണം, ദെൻ 36 കഴിഞ്ഞാൽ 40ൽ പോകണം, 40 കഴിഞ്ഞാലോ 42ൽ പോകണം. 42 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 49 ഉണ്ടായിരിക്കും, 48 ഉണ്ടായിരിക്കും. 48ൽ പോവുക, നേരെ ഗിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോവുക. ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. ഒരു പാഠഭാഗം മൊത്തം ഒരു വീഡിയോയിലാണ്, അപ്പോൾ കുറച്ച് ലെങ്തിയാണ്. കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.